ബീഹാറിലേക്കാണ് അവിടെ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ എന്നൊരു റിപ്പോർട്ട് വരുന്നു. 165 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭക്ഷണത്തിൽ പാമ്പ് പോലെ തോന്നിക്കുന്ന ഒന്നിനെ കണ്ടുവെന്ന് ഗ്രാമവാസികൾ ആരോപിച്ചു. അർജുൻ പീതാംബരനുണ്ട് ഡൽഹിയിൽ നിന്നും. അർജുൻ, ഈ കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഈ സ്കൂൾ അധികൃതർ നൽകിയ ഭക്ഷണം തന്നെയാണോ കുട്ടികൾ കഴിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അമലില്ല, ഈ കുട്ടികളുടെ എല്ലാം ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. അവരെന്തായാലും ആശുപത്രികളിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ഈ സ്കൂളിൽ ഉണ്ടായിരുന്നിട്ടുള്ള ഭക്ഷണമായിരുന്നു, പക്ഷേ അത് ഒരു സന്നദ്ധ സംഘടന നൽകി എന്നുള്ള കാര്യമാണ് ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി ദിവസവും പല സന്നദ്ധ സംഘടനകളൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന സ്കൂളിലേക്ക്, അത് സഹസ്ര ജില്ലയിലെ ബൽവാഹ മിഡിൽ സ്കൂളാണ് ബീഹാറിലെ, അവിടെ പല സംഘടനകളാണ്, സന്നദ്ധ സംഘടനകളാണ് ഭക്ഷണം വിതരണം ചെയ്യാറുള്ളത്. സമാനമായി തന്നെ ഇന്നലെ രാവിലത്തെ പ്രഭാത ഭക്ഷണവും ഒരു സന്നദ്ധ സംഘടനയായിരുന്നു വിതരണം ചെയ്തത്. ഈ ഭക്ഷണം രാവിലെ 9 മണിയോടെയാണ് കുട്ടികളെല്ലാം തന്നെ കഴിച്ചത്. ഏറ്റവും കൂടുതലും പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു ഈ ഭക്ഷണം കഴിച്ചത്. ആ ഭക്ഷണം കഴിച്ച ഏകദേശം 1-2 മണിക്കൂറിന് ശേഷമാണ് കുട്ടികൾക്കെല്ലാം തന്നെ അവശത വന്നത് എന്നുള്ള കാര്യം അവിടെയുള്ള അധ്യാപകർ എല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പലർക്കും വയറുവേദന, ഛർദി, അതുപോലെ തന്നെ തലകറക്കമൊക്കെ തന്നെ ഉണ്ടായത്. 1-2 കുട്ടികൾ ബോധരഹിതരായി സ്കൂളിൽ തന്നെ വീണു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ അധ്യാപകർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അതിന് പിന്നാലെ തന്നെ സഹസ്ര ജില്ലയിലെ ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെയാണ് കുട്ടികളെ കൊണ്ടുപോയത്. 165 പേരെയും സഹസ്ര ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലുമായി പ്രവേശിപ്പിച്ചു. ഇപ്പോൾ അവർക്ക് അവിടെ വേണ്ട എല്ലാ ചികിത്സയും നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിനിടയിൽ ഒരു പാമ്പ് പോലെ തോന്നിക്കുന്ന ഒരു ജീവിയെ കണ്ടു എന്നുള്ള കാര്യമാണ് അവിടെയുള്ളവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അത് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി ഇതിന്റെ സാമ്പിളുകൾ ഇപ്പോൾ ഫോറൻസിക് ടെസ്റ്റിന് വേണ്ടി അയച്ചിരിക്കുകയാണ്. അതിന്റെ ഫലം വന്നതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ഒപ്പം തന്നെ ഭക്ഷണം വിതരണം ചെയ്ത സന്നദ്ധ സംഘടനയും ഈ ഒരു സംഭവം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും പോലീസിൽ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ള കാര്യമാണ് സ്കൂൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടി, അതിൽ സ്ഥിരീകരണം നടക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്നുള്ള കാര്യം കൂടി പോലീസും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ 165 കുട്ടികളുടെയും നില ഇപ്പോൾ തൃപ്തികരം തന്നെയാണ്. അമൽ, ദിൽന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.